ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങളുടെ കോഡ് 7 അക്കാദമിയിലെ ഓണം സെലിബ്രേഷൻ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കണേ. മക്കളെല്ലാവരും കൂടിയിട്ട് ഓണം സെലിബ്രേഷൻ ആണ് കളർഫുൾ ആക്കി പാട്ടും കളികളും ഓണസദ്യയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കണേ. പെരിന്തൽമണ്ണ ബൈപ്പാസിൽ സഫ ജ്വല്ലറിന്റെ തൊട്ടടുത്ത് ക്ലബ് ഡൈൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നില്ലേ, അവിടെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം ആ ഒരു റെസ്റ്റോറൻറ്റ് നിലവിലില്ല. ഇതിപ്പോൾ വേറെ ഏതോ പേരിലൊക്കെയാണ് ഇട്ടുള്ളത്. എനിക്ക് ഇവിടെ ക്ലബ് ഡൈൻ എന്ന് പറയുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ ഇതാ എല്ലാവരും കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. ഞങ്ങളൊരു 10:45 ആയപ്പോഴാണ് കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പ്രോഗ്രാമിന്റെ ആദ്യപടിയായിട്ട് കൊട്ടും മേളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിതിനെ കുറിച്ചിട്ട് അങ്ങനെ ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല കേട്ടോ. എന്താണെങ്കിലും കൊട്ടും മേളം തുടങ്ങിയപ്പോൾ കുട്ടികളൊക്കെ ആ ഒരു എനർജി ഒക്കെ പുറത്തു വരാൻ തുടങ്ങി. ഒരു നല്ല ചാടി ചാടി നിൽക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ലൈഫിൽ ഇത് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 15 വർഷമൊക്കെ ആയില്ലേ +2 കഴിഞ്ഞിട്ട്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്രയും സെലിബ്രേഷൻസ് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നില്ലേ. പക്ഷേ ഈ ഒരു ജനറേഷൻ്റെ ഒപ്പം ഇങ്ങനൊരു ഇവൻറ്റിലൊക്കെ അവരോടൊപ്പം നിന്ന് പങ്കെടുക്കാൻ പറ്റി എന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷമായിട്ട് തോന്നുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ എല്ലാവരും സാരിയിലും ധാവണിയിലൊക്കെ തിളങ്ങി നിൽക്കണ കണ്ടപ്പോൾ എനിക്കും അറ്റ്ലീസ്റ്റ് ഒരു ധാവണിയെങ്കിലും ചുറ്റായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടോ. പക്ഷെ എനിക്കെന്തോ കോൺഫിഡൻ്റ് അല്ലടാ. എനിക്ക് ഈ സാരിയും ധാവണിയൊന്നും ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ചേരൂല എന്നൊരു തോന്നലായിരുന്നു. എന്താണെങ്കിലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ എന്താണെങ്കിലും കുട്ടികളെല്ലാവരും കൂടിയിട്ട് ഓണം സെലിബ്രേഷൻ അങ്ങോട്ട് കളർഫുൾ ആക്കി. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആവാന്ന് വിചാരിച്ചു. ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും അനങ്ങാണ്ട് അവസാനം അവർക്ക് മനസ്സിലായത് വീഡിയോ എന്നുള്ളത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമ്മുടെ മാവേലി തമ്പുരാൻ എല്ലാവരും കൂടിയിട്ട് എഴുന്നള്ളിച്ചോണ്ട് വരുന്നതാണ് കേട്ടോ. വിളിക്ക് അത്രക്ക് അങ്ങോട്ട് എനർജി പോരായിട്ട് എന്തോ നമ്മുടെ മാവേലിക്ക് അവിടെ നിന്ന് ഇറങ്ങാനൊരു വിഷമം പോലെ. അപ്പൊ ആ ഒരു വിഷമം ആദർ സർ തീർത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടെ പഠിച്ച ഫ്രണ്ട്സൊക്കെ ഇപ്പം ഇന്ന് പലരും പല പൊസിഷനിലാട്ടോ ഉള്ളത്. അപ്പോൾ ഈ ഓണക്കാലൊക്കെ ആകുമ്പോൾ അവരുടെ ഫ്രണ്ട്സിൻ്റെയും കൊളീഗ്സിൻ്റെ ഒക്കെ കൂടെയുള്ള ഓണം സെലിബ്രേഷൻ ഫോട്ടോസും വീഡിയോസൊക്കെ സ്റ്റോറിയും പോസ്റ്റൊക്കെ ഇടുമ്പോൾ ഞാനത് വീട്ടിലിരുന്ന് കാണുമ്പോൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ, ഞാനൊന്നും ചെയ്യാണ്ട് വീട്ടിലിരിക്കണോണ്ടല്ലേ എനിക്ക് ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാതെ എന്നുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് ആ 2 ജനറേഷൻ്റെ ഒപ്പമുള്ള വൈബും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയെന്നുള്ളതിൽ. ഓണായിട്ട് മാവേലിൻ്റെ കൂടെ ഒരു ഫോട്ടോ അല്ല വെച്ചാൽ വിഷമാവൂലേ. അപ്പോൾ പിന്നെ കിടക്കട്ടെ ഒരു ഫോട്ടോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ക്ലാസ്മേറ്റ്സ് എല്ലാവരും കൂടിയിട്ട് മാവേലിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ അക്കാദമിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് ആണ് കേട്ടോ. അടുത്തത് ഓരുടെ ഫോട്ടോ സെക്ഷനാണ്. ഇതിപ്പോൾ കുട്ടികളെക്കാളും കൂടുതൽ സ്റ്റാഫാണോ എന്ന് തോന്നുന്നുണ്ടാവില്ലേ. അത് വേറെ ഒന്നുമല്ല, കുട്ടികളെല്ലാവരും പറഞ്ഞവരൊന്നും വന്നിട്ടില്ല കേട്ടോ. വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ക്ലാസ്മേറ്റ്സ്. ഇവരിൽ 3 പേര് നിങ്ങൾ മുമ്പത്തൊക്കെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ മൊത്തം 10 പേരാണ് കേട്ടോ ഒരു ക്ലാസ്സിലുള്ളത്. അങ്ങനെ ഓണപ്പരിപാടികൾ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചേഴ്സും കുട്ടികളൊക്കെ ഒന്നിനൊന്ന് മെച്ചമായിട്ട് അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ കളിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും കളി നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കൈവെക്കാത്തൊരു മേഖല ഉണ്ടെങ്കിൽ അത് ഡാൻസാണ് കേട്ടോ. എനിക്ക് ഒട്ടും അറിയില്ല, ഒന്നും അറിയില്ല ഡാൻസിനെ പറ്റിയിട്ട്. പിന്നെ സോനുട്ടി എൻ്റെ അടുത്ത് ഇവിടെ ഈ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ തന്നെയുള്ള ഓർഡറാണ്, ഉമ്മച്ചി ഒരിക്കലും കളിക്കരുത് കേട്ടോ എന്ന്. കാരണം എനിക്ക് എന്നിൽ അത്രക്ക് വിശ്വാസമാണ്, ഞാൻ കളിച്ച അത്രക്ക് ബോറായിരിക്കും എന്നുള്ളതുകൊണ്ട് അവൻ ആദ്യം തന്നെ അതൊക്കെ ഓർഡർ തന്നിട്ടാണ് കേട്ടോ എന്നെ വിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവരുടെ ഈ ഒരു
കളിയുടെ കറക്റ്റ് ആ ഒരു എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടെ ആഡ് ആക്കണം. പക്ഷെ നിങ്ങൾക്ക് അറിയാലോ, യൂട്യൂബ് ആയതുകൊണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു മ്യൂസിക് ഇതിൽ ആഡ് ആക്കാത്തത്. അങ്ങനെ ലാസ്റ്റ് ഒരു ക്ലാസിക്കൽ ടച്ച് വരുന്ന ഡാൻസും കൂടെ ആയപ്പോൾ പരിപാടി അങ്ങോട്ട് കളർഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പം ഇനി അടുത്ത പരിപാടി, അതാണ് നമ്മുടെ മെയിൻ ഐറ്റം, സദ്യ. സദ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ് കേട്ടോ, എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് ഫുഡിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഈ സദ്യ വിളമ്പുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. സദ്യ നല്ല ഉഷാറായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. അടിപൊളിയായിരുന്നു. എല്ലാ കൂട്ടാനും ഒന്നിനൊന്ന് മെച്ചായിരുന്നു. പിന്നെ അതിൽ രസം മാത്രം കുറച്ച് ഉപ്പ് കുറവായോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ സദ്യ കഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതിൽ കുറവുകൾ ഉണ്ടാവാറുണ്ട് കൂട്ടാനിൽ. പക്ഷെ ഇതിലെല്ലാ ഐറ്റംസും സൂപ്പർ ആയിരുന്നു കേട്ടോ. അടപ്രഥമനൊക്കെ എനിക്ക് ഒരു ഗ്ലാസ്സേ കുടിക്കാൻ കഴിഞ്ഞുള്ളൂ കേട്ടോ. ഒന്നും കൂടെ കുടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കുടിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ആരെങ്കിലുമൊക്കെ എന്നെ എടുത്തുകൊണ്ട് പോകേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനങ്ങോട്ട് മുതിർന്നില്ല. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് പിന്നെ ഉറക്കൊക്കെ വരാൻ തുടങ്ങിയിട്ട് ആകമത്തൊരു മപ്പായിരുന്നു. അപ്പോഴാണ് ഇതാ കസാരകളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സദ്യ കഴിച്ചിട്ട് കസാരകളിക്ക് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തല ചുറ്റി വീഴുമെന്ന് പേടിച്ചിട്ട് അതിനൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും ഇതാ കസാരക്കളി. പിന്നെ നമുക്ക് ഭയങ്കര ഒരു ആകാംക്ഷയില്ലേ, ലാസ്റ്റ് ആർക്ക് കിട്ടും എന്നുള്ളത്. അങ്ങനെ കാത്തിരുന്നിട്ട് ലാസ്റ്റ് ഒരാളതിൽ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ പരിപാടികളൊക്കെ തീരുന്നതിന് മുന്നേ തന്നെ ഞാൻ അവിടുന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും തിരിച്ചെത്തണമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓണം വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.